കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്, സന്ദീപ് ഘോഷ് എന്നിവരടക്കം 7 പേർക്ക് നുണപരിശോധന നടത്തി. സംഭവ ദിവസം സഞ്ജയ് റോയ് അത്യാഹിത വിഭാഗത്തിലേക്ക് കയറുന്നതിന്റെ CCTV ദൃശ്യവും കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പും 24-ന് ലഭിച്ചു. മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ സന്ദീപ് ഘോഷിനെതിരെ CBI അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു. കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതാണ് യുവ ഡോക്ടറുടെ മരണകാരണം. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് അടക്കമുള്ളവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകാതിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24-ന് കിട്ടിയത്. മുഖ്യപ്രതി സഞ്ജയ് റോയ് ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സഞ്ജയ് റോയ്, ആർജിക്കർ ഹോസ്പിറ്റലിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, 4 ഡോക്ടേഴ്സ്, ഒരു സിവിൽ വളണ്ടിയർ എന്നിവരെ CBI നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് CBI മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം കൽക്കത്ത ഹൈക്കോടതി അന്വേഷണം CBI ഏൽപ്പിക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആർജിക്കർ സംഭവത്തിലെ പ്രതിഷേധ പ്രകടനത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുക്കാൻ അനുവദിച്ചതിന് 3 സ്കൂളുകൾക്ക് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബാലാവകാശ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ആർജിക്കറിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് വിളിച്ച കൺവെൻഷനും റാലിയും മാറ്റിവെച്ചു. CISF ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉന്നതരും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. CBIയുടെ അന്വേഷണം 10 ദിവസം പിന്നിടുമ്പോൾ കൊൽക്കത്ത പോലീസ് കണ്ടെത്തിയതിനേക്കാൾ എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്ന ചോദ്യം. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.